ഹായ് ഹലോ ഫ്രണ്ട്സ്, മഹാലക്ഷ്മി സീരിയലിലെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘന് കോടതിയിൽ സംഭവിച്ച കനത്ത തിരിച്ചടിയുടെ പേരിൽ ദുർഗയും ഉണ്ണിയും കരുണയും കണ്ണനും മഹാലക്ഷ്മിക്കും നേരെ ആരോപണം ഉന്നയിക്കുന്നു. മഞ്ജു ഇവിടെ ഉള്ളപ്പോൾ അവളായിരുന്നല്ലോ ഇവളുടെ ഏറ്റവും വലിയ ശത്രു, അതിനുള്ള പ്രതികാരമാണ് ഇവൾ തീർത്തതെന്ന് കരുണയും. സ്വന്തം ഭാര്യയുടെ പുറകെ മേഘേട്ടൻ നടന്നിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇതിന് ബില്ലിൽ കളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയും കണ്ണനും മഹാലക്ഷ്മിക്കും നേരെ വഴക്കിന് ചെല്ലുമ്പോൾ രണ്ടുപേർക്കും ചുട്ട മറുപടി തന്നെ കണ്ണനും മഹാലക്ഷ്മിയും കൊടുക്കുന്നുണ്ട്. സാഗറിനെ ഞാനോ ഇയാളോ ഇപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നും ഇനി സാഗറിനെ ഉപേക്ഷിച്ച് മഞ്ജു വന്നു കഴിഞ്ഞാൽ ഞാൻ അവളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും, കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള അത്രയും വിഷമൊന്നും മഞ്ജുവിൻ്റെ ഉള്ളിലില്ല എന്നെല്ലാം കണ്ണൻ പറയുന്ന സമയത്ത് തന്നെ കണ്ണൻ്റെ ഇടത് കാല ചലിക്കുന്ന കാര്യം കരുണയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അത് കണ്ട് കരുണ ശരിക്കും വല്ലാതാവുകയാണ്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും പോയതിന് ശേഷം കരുണ ഇതിനെക്കുറിച്ച് ഉണ്ണിയോടും ദുർഗയോടും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദുർഗ താൻ അന്ന് കണ്ട സ്വപ്നത്തെക്കുറിച്ചും കരുണയോടും ഉണ്ണിയോടും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി തോമസ് ഡോക്ടറുടെ ചികിത്സ ഫലം കണ്ടു തുടങ്ങിയോ എന്ന് വേവലാതിപ്പെടുകയാണ് ദുർഗയും ഉണ്ണിയും കരുണയും. പിന്നീട് വാമനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. ഇനി കണ്ണനെ പോലെ തന്നെ അച്ഛനും വീൽ ചെയറിൽ തന്നെ കഴിയേണ്ടി വരുമെന്ന് സീമന്തിനി പറയുന്നുണ്ട് സ്വാതിയോട്. ഇതേ സമയം തന്നെ നാണം കെട്ട തോൽവിയുമായിട്ട് മേഘനും വീട്ടിലേക്ക് കയറി വരികയാണ്. ഇപ്പോൾ സീമന്തിനിയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഏകദേശം തിരിച്ചറിഞ്ഞു വരുന്നുണ്ട്. അതായത് വാമനും മേഘനും സംഭവിച്ചിരിക്കുന്ന ഈ തിരിച്ചടി അവരുടെ കണ്ണുകൾ തുറപ്പിക്കുന്നുണ്ട്. ഞാൻ അന്നേ പറയാറില്ലേ അച്ഛനോടും മകനോടും, കണ്ണനെ ചൊടിപ്പിക്കാതെ തഞ്ചത്തിൽ നിന്നാൽ എന്തെങ്കിലുമൊക്കെ അവൻ തരുമെന്ന്. കണ്ണൻ മനുഷ്യപ്പറ്റുള്ളവനാണ്, ഇനി അവനെ പിണക്കാതെ ജീവിക്കുന്നതാണ് അച്ഛനും മകനും നല്ലത് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ സീമന്തിനി അത്രയൊക്കെ പറയുന്നുണ്ടെങ്കിലും മേഘനാണെങ്കിൽ ഇപ്പോഴും കണ്ണനോടും മഹാലക്ഷ്മിയോടും പ്രതികാരം ചെയ്യണം എന്ന് തന്നെയാണ് മനസ്സിൽ. എങ്ങനെയെങ്കിലും കണ്ണൻ്റെ സ്വത്തുക്കൾ കൈവശപ്പെടുത്തണം എന്ന ചിന്തയാണ് അയാളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അതിനു വേണ്ടിയിട്ട് അടുത്ത തന്ത്രം ആലോചിക്കുകയാണ്. കണ്ണനെയും മഹാലക്ഷ്മിയും മാത്രമല്ല, ഇപ്പോൾ മഞ്ജുവും സാഗരും ഒക്കെ അയാളുടെ ശത്രു നിരയിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തക്കതായിട്ടുള്ള തിരിച്ചടി കൊടുക്കണം. എങ്ങനെ കൊടുക്കാം എന്നുള്ളൊരു ഗൂഢാലോചന ആലോചിക്കുകയാണ് മേഘൻ. വാമനാണെങ്കിലും ഇത്രയൊക്കെ കിട്ടിയിട്ടും അയാളും പഠിച്ചിട്ടില്ല. വീണ്ടും കുതന്ത്രം തന്നെയാണ് അയാളുടെ മനസ്സിലുണ്ടാകുന്നത്. അങ്ങനെ വാമൻ പ്രതാപനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് വാമേട്ട എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ, ഇനി എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ലടോ. കണ്ണനെ പോലെ ഞാനും ഇനി വീൽ ചെയറിൽ തന്നെയാണ്. നമ്മളെന്ന് കണ്ണനോടും അവൻ്റെ അച്ഛനോടും ചെയ്തതിനൊക്കെയാണോ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത് എന്ന് സംശയം. അന്ന് നമ്മളായിരുന്നല്ലോ അന്ന് അവളായിരുന്നല്ലോ എല്ലാത്തിൻ്റെയും സാക്ഷി ആയിട്ട് തൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവളുടെ ശാപമാണോ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് തോന്നിപ്പോവാണ്. മഹാലക്ഷ്മി അവൾ ഒരു സാധാരണ സ്ത്രീയല്ല, ദൈവിക ചൈതന്യം വേണ്ടുവോളം ഉള്ളവളാണ്. അതുകൊണ്ടാണ് അവർക്കെതിരെ നമ്മൾ ഓരോന്ന് ചെയ്തിട്ടും അതെല്ലാം ഇരട്ടിയായിട്ട് നമുക്ക് തന്നെ തിരിച്ചു കിട്ടുന്നത് എന്നെല്ലാം വാമൻ പറയുമ്പോൾ, എന്തായാലും വാമേട്ടൻ സമാധാനമായിട്ടിരിക്കുക, കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയട്ടെ, നമുക്ക് മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം എന്നെല്ലാം പ്രതാപൻ വാമനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം വാമേട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് പ്രതാപനും തോന്നിപ്പോകുന്നുണ്ട്. കാരണം കണ്ണനും മഹാലക്ഷ്മിക്കും എതിരെ ഇതുവരെ പലതും ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം അവർ രണ്ടുപേരും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്ന കാഴ്ചയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. മാത്രമല്ല അതൊക്കെ ഇരട്ടി വേഗത്തിൽ അവർക്ക് തന്നെ തിരിച്ചടിയായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇനി ഏതായാലും കരുതലോടെ മുന്നോട്ട് പോകണമെന്നും സ്വയം മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. അതിനുശേഷം കാണിക്കുന്നത് സാഗരം മഞ്ജുവും ഫിനാൻസീസിൽ എത്തുകയാണ് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട്. ആദ്യം അവർ മഹാലക്ഷ്മിയുടെ ക്യാബിനിലേക്കാണ് കയറി ചെല്ലുന്നത്. അപ്പോൾ മഞ്ജുവിനോടൊപ്പം വരുന്ന സാഗറിനെ കണ്ട് മഹാലക്ഷ്മി അയാളെ രൂക്ഷമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. തുടർന്ന് നിനക്ക് എങ്ങനെ മഞ്ജു ഇയാളെയും കൂട്ടി എൻ്റെ മുന്നിലേക്ക് കടന്നു വരാനുള്ള ധൈര്യമുണ്ടായി എന്ന് മഹി ചൂടായി ചോദിക്കുമ്പോൾ, ഏട്ടത്തി കരുതിയതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ. സാഗരേട്ടൻ ഇപ്പോൾ പഴയ ആളല്ല. അന്ന് മേഘൻ്റെ കൂടെ ചേർന്ന് കണ്ണേട്ടൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവിതം തകർക്കാൻ നോക്കി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പോൾ സാഗരേട്ടൻ എന്നെ നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിച്ചിട്ടാണ് എന്നെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടിയത്. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിന് കണ്ണേട്ടൻ്റെയും ഏട്ടത്തിയുടെയും ആഗ്രഹം വാങ്ങിക്കാനാണ് ഞങ്ങൾ വന്നത് എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ, അന്ന് അനന്തുവേട്ടൻ ഒളി ക്യാമറയിൽ എല്ലാം പകർത്തിയില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എൻ്റെ ജീവിതം. അത് നടക്കാതിരുന്നത് ഞാൻ മുറുകെ പിടിക്കുന്ന ദൈവങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. പിന്നെ മറ്റുള്ളവരുടെ ശാപം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ ഒന്നുമല്ല ഒരാൾ നശിക്കുന്നത്.
അത് ഓരോരുത്തരുടെയും പ്രവൃത്തി കൊണ്ടാണ്, കർമ്മഫലം കൊണ്ടാണ്. അങ്ങനെ നീ പറഞ്ഞതുപോലെ എന്തെങ്കിലും മാറ്റം ഇയാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നന്മ മാത്രമേ ഉണ്ടാകൂ. അത് ഇയാളുടെ പ്രവൃത്തി കൊണ്ട് തെളിയിക്കട്ടെ. അന്ന് ഞാൻ ഇയാളെ വിശ്വസിക്കാമെന്നും മഹി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മിയുടെ വാക്കുകൾക്ക് മുൻപിൽ തല കുനിച്ചു നിന്ന് അതെല്ലാം കേട്ടു നിൽക്കുകയാണ് സാഗർ. പിന്നീട് മഞ്ജു കണ്ണനെ കാണാനായിട്ട് ക്യാബിനിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണേട്ടൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തിലേക്ക് വേണം, സാഗരേട്ടൻ ചെയ്ത തെറ്റുകളെല്ലാം കണ്ണേട്ടന് മാപ്പ് കൊടുക്കണം എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ, നീ ഇയാളോടൊപ്പമാണ് ഇറങ്ങിപ്പോയത് എന്ന് ഒരുപാട് വൈകിയാണ് ഞാൻ അറിഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ തിരുത്തിയേനെ. അന്നത്തെ സംഭവത്തിന് ശേഷം ഇവനെ കാണരുതെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞതാണ്. ആരെയൊക്കെ വിശ്വസിച്ചാലും ഇവനെ വിശ്വസിക്കാനായിട്ട് എനിക്ക് കഴിയില്ല. സ്വന്തം ആങ്ങളെയായി കണ്ട് ഇവനെ കൊണ്ടു നടന്ന മഹിയോട് ഇവൻ എന്താ ചെയ്തതെന്ന് നിനക്കും അറിയാലോ. സാഹചര്യം മനസ്സിലാക്കി ഇവളെ പാട്ടിലാക്കിയ നീ എന്നെ മുതൽ പ്രതീക്ഷിക്കേണ്ട. ഇനി മേലാൽ രണ്ടാളും ഇവിടേക്ക് കയറി വരരുതെന്ന് കണ്ണൻ തുറന്നടിച്ച് പറയുമ്പോൾ മഞ്ജുവിനും നിയന്ത്രണം വിടുന്നുണ്ട്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അല്ലെങ്കിലും കണ്ണേട്ടൻ്റെ സഹായം അഭ്യർത്ഥിച്ചിട്ടല്ല ഞാനും സാഗരേട്ടനും വന്നത്. കണ്ണേട്ടൻ്റെയും ഏട്ടത്തിയുടെയും അനുഗ്രഹം വേണം എന്ന്, ഞങ്ങളുടെ ജീവിതത്തിൽ വേണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ് വന്നത്. എൻ്റെ സുഹൃത്ത് മോഹിച്ചല്ല സാഗരേട്ടൻ എന്നെ വിവാഹം കഴിച്ചത്. കണ്ണേട്ടൻ്റെ പെങ്ങളല്ലേ ഞാൻ. എനിക്കും കണ്ണേട്ടൻ്റെ അതേ വാശി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനോ സാഗരേട്ടനോ കണ്ണേട്ടൻ്റെയോ ഏട്ടത്തിയുടെയോ മുന്നിലേക്ക് വരില്ല. ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കി കണ്ണേട്ടൻ തന്നെ ഞങ്ങളെ തേടി വരും. അതെനിക്ക് ഉറപ്പുണ്ട്. കാരണം സാഗരേട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ട് എന്നെല്ലാം കണ്ണനെ മുന്നിൽ ഒരു വെല്ലുവിളി പോലെ പറഞ്ഞുകൊണ്ട് മഞ്ജു സാഗറിനെയും കൂട്ടി പോവുകയാണ്. പക്ഷേ മഞ്ജു അങ്ങനെയൊക്കെ കണ്ണനെ മുന്നിലൂടെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിലും അധികം വൈകാതെ തന്നെ കണ്ണേട്ടനും ഏട്ടത്തിയും തന്നെയായിരുന്നു ശരി. അവർ പറഞ്ഞത് ശരിയായിരുന്നു, സത്യമായിരുന്നു എന്നുള്ള ഒരു കാര്യം മേഘൻ്റെ കാര്യത്തിൽ എന്നതുപോലെ മഞ്ജു തിരിച്ചറിയുന്നുണ്ട്. കാരണം കണ്ണേട്ടനോടും മഹാലക്ഷ്മിയോടും പക തീർക്കാൻ അവസരം മുതലാക്കി തന്നെ പാട്ടിലാക്കുകയായിരുന്നു സാഗർ എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം മഞ്ജു തിരിച്ചറിയുന്നുണ്ട്. കാരണം അത്രയ്ക്ക് വിഷം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അയാൾ മഞ്ജുവിൻ്റെ കൂടെ കൂടിയിരുന്നത്. അങ്ങനെ സാഗറിന് വേണ്ടിയിട്ട് കണ്ണനെയും മഹാലക്ഷ്മിയും തള്ളി പറഞ്ഞ മഞ്ജുവിന് കനത്ത തിരിച്ചടി തന്നെയാണ് വീണ്ടും കിട്ടുന്നത്. അങ്ങനെ മഞ്ജു തിരികെ കമലേശ്വരത്ത് തന്നെ എത്തുന്നു. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിലെ വരാൻ പോകുന്ന ഈ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.